ഹലോ ഗായ്സ്, എഗൈൻ ഒരു ഡേയിൽ ഞാൻ എന്തൊക്കെ കഴിച്ചു എന്നാണ്. രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയാണ്. ഈ ഗ്രീൻ പീസ് കറി അങ്ങനെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം അല്ല, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പച്ച കളറിലുള്ള കറിയാണ് ഇഷ്ടം, ചുമന്ന കളറിലുള്ള ഗ്രീൻ പീസ് കറി ഇഷ്ടമല്ല. മുഖത്ത് സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി എന്തൊക്കെയോ ആയി തേച്ചേക്കുവാന്ന് അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞണ്ടേറി ഉണ്ടായിരുന്നു കേട്ടോ. ഞണ്ടേറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്നമ്മ തേങ്ങ അരച്ചാണ് വെച്ചത്. എൻ്റെ അച്ഛൻ്റെ റെക്കമെൻഡേഷൻ കാരണം തേങ്ങ അരച്ച് വെച്ചു. എനിക്കിഷ്ടപ്പെട്ടില്ല. ഒടുക്കത്തെ എരിവായിരുന്നു കേട്ടോ. അമ്മ പറയുന്നതെന്ന് വെച്ചാൽ പ്രാക്ടിക്കലി അമ്മ ചെയ്തതെല്ലാം പക്കയായിരുന്നു, പക്ഷേ മുളവിന് എരി കൂടുതലാണ്. അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി ഫ്ലോപ്പായ അത് മുളകിൻ്റെ പ്രശ്നം, മുളക് പൊടിയുടെ പ്രശ്നം, ഞണ്ടിൻ്റെ പ്രശ്നം, മീനിൻ്റെ പ്രശ്നമൊക്കെയാണ്. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി അതിനെന്തെങ്കിലും സംഭവിച്ചാൽ അത് എനിക്ക് മാത്രം ഫോൾട്ടാണ് ഗൈസ് ഈ വീട്ടിൽ. പിന്നെ സമയത്തിന് എൻ്റെ അമ്മ എനിക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ ഉണ്ടാക്കി തരുന്നുണ്ട്, സോ നമുക്ക് കുറ്റം പറഞ്ഞുകൂടാ. ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞണ്ട് കറി, കപ്പ ഉടച്ചത്, ക്യാരറ്റ് മെഴുക്കുമരട്ടി, പയറ് തോരൻ, മോര് കറി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇച്ചിരി ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ എരി നല്ല ഹൈപ്പിലായിരുന്നു. ഇച്ചിരിയൊന്നുമല്ല, കുറേ കൂടുതലുണ്ടായിരുന്നു. ഇനി എൻ്റെ നാക്കിൻ്റെ പ്രശ്നം ആണോന്നും എനിക്കറിയാൻ വയ്യ. എനിക്ക് ഭയങ്കര എരിയായിരുന്നു. എരിഞ്ഞ് പൊരിഞ്ഞ് ഫുൾ കഴിച്ചിട്ടാ ചോറൊക്കെ. അത് കഴിഞ്ഞിട്ട് ഓടിപ്പോയി കടയിൽ ചെന്ന് തേൻ മിഠായി എടുത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഐറ്റം. പണ്ടെങ്ങാണ്ട 1 രൂപയ്ക്ക് 4 എണ്ണമൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒരു പാക്കറ്റിലാണ് വരുന്നത്. 20 രൂപയാണ് കേട്ടോ. 25 എണ്ണം എന്തൊക്കെയോ ഉണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ബ്രൂണോയും കറമ്പിപ്പൂച്ചയും എല്ലാവരും ഉണ്ട് ഗൈസ്. വൈകിട്ടൊക്കെ ആയപ്പോഴത്തേനും ജസ്റ്റ് ജെല്ലിയും ഒരു ഓറഞ്ചും എടുത്ത് കഴിച്ചു. പിന്നെ രാത്രി വലുതായിട്ടൊന്നും കഴിക്കാൻ നിന്നില്ല. ഞാൻ ഒരു പേരയ്ക്ക മുറിച്ച് കഴിച്ചു, മാഗി കഴിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.